പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 31-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ 3 മാസക്കാലം നമ്മെ കൺമണി പോലെ പരിപാലിക്കുവാനിടയായി. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ നിരവധി അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സർവശക്തനായ ദൈവം നമ്മെ സംരക്ഷിക്കുവാനിടയായി. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ നമ്മുടെ ഓരോ യാത്രകളിലും ഓരോ ആവശ്യങ്ങളിലും ദൈവം നമ്മെ കരുതി സൂക്ഷിച്ച് നടത്തുവാനിടയായി. 3 മാസം നമ്മെ കരുതിയ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഈ പ്രഭാതവും നമുക്കായിരിക്കാം. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെയാണെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ഉപവാസത്തോടും ആത്മാർത്ഥതയോടും കൂടെ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളും പ്രാർത്ഥിച്ചു വരുന്നു. ഈ 3-ാം മാസത്തിൽ അനവധി പ്രാർത്ഥനയുടെ മറുപടികളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. അപ്പൻ്റെ നഷ്ടപ്പെട്ട കഴുതയെ അന്വേഷിച്ച് നടന്നവനാണ് ശൗൽ. തൻ്റെ ബാല്യക്കാരൻ്റെ നിർബന്ധപ്രകാരമാണ് പ്രവാചകനായ ശമൂവേലിൻ്റെ അരികിൽ ചെല്ലുന്നത്. അപ്പൻ്റെ കഴുതയെ കാണാതായതും പ്രവാചകന്റെ അടുക്കൽ തന്നെ എത്തിച്ചതും ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നെന്ന് ശൗൽ അറിഞ്ഞിരുന്നില്ല. കാശി കയ്യിലില്ലാതെയും വിശപ്പിനുള്ള ആഹാര സാധനമില്ലാതെയും കാട്ടിൽ അലഞ്ഞു നടന്ന ശൗലിന് വേണ്ടിയുള്ള ദൈവീക കരുതൽ എത്രയോ ശ്രേഷ്ഠമായിരുന്നു. പ്രിയ ദൈവവേദിലെ, ദൈവത്തിൻ്റെ കരുതലുകൾ 2 വിധത്തിലാണ് തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതും, രണ്ടാമതായി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി നീക്കി വയ്ക്കാവുന്നതും. നാം നമുക്കായി ഈ ഭൂമിയിൽ എത്ര തന്നെ സൂക്ഷിച്ചു വെച്ചാലും അതെല്ലാം നശിക്കുന്നതും പലപ്പോഴും അതിന് കഴിയാത്തതും ആയിരിക്കും. എന്നാൽ ഒരു ഭക്തന് വേണ്ടി ഈ ലോകത്തിൽ വേണ്ടുന്നത് എല്ലാം ദൈവം നൽകിയും അതോടൊപ്പം നിത്യത മുഴുവനും അനുഭവിക്കുവാനുള്ളതും കൂടെ കരുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം അനുഗ്രഹങ്ങൾ എപ്പോഴും 2 നിലയിലുള്ളതാണ്. ഒന്നാമതായി താൽക്കാലികവും വേഗത്തിലും നമുക്ക് ലഭിക്കാവുന്നതും, രണ്ടാമതായി പിന്നീട് ഭാവിയിലെ ഉപയോഗത്തിനായി കരുതുന്നതും. അതിൽ ആദ്യത്തേത് നാം ചോദിക്കുമ്പോൾ തരുന്നതും, രണ്ടാമത്തേത് നാം ചോദിക്കാതെ തന്നെ നമുക്കായി കരുതുന്നതുമാണ്. അതാണ് ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാനിടയായത്. വിശന്നു ചെന്നവന് വിരുന്നും അത് കഴിഞ്ഞ് സിംഹാസനവും ലഭിച്ചു. യഹൂദ രാജാവായ യഹോശാഫാത്ത് തൻ്റെ 2 രാജാക്കന്മാർ, തൻ്റെ സ്നേഹിതരായ 2 രാജാക്കന്മാരോടുകൂടെ മോവാബിയരോട് യുദ്ധം ചെയ്യുവാൻ പോയി. 7 ദിവസം മരുഭൂമിയിൽ ചുറ്റി നടന്ന രാജാക്കന്മാരും അവരുടെ സൈന്യവും മൃഗങ്ങളും വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞു. തുടർന്ന് യാത്ര ചെയ്യുവാനോ യുദ്ധം ചെയ്യുന്നതിനുള്ള ശേഷിയോ ഇല്ലാതെ അവർ ക്ഷീണിച്ചു തളർന്നുപോയി. വെള്ളത്തിനുള്ള ഏതെങ്കിലും വഴി കാണിച്ചു തരേണ്ടതിന് അവർ പ്രവാചകന്റെ അടുക്കലെത്തി. എന്നാൽ ദൈവം അവർക്ക് അവരുടെ താൽക്കാലിക ആവശ്യത്തിനുള്ള വെള്ളവും അവർ ചോദിക്കാത്ത ശത്രു സംഹാരവും അന്തിമ വിജയവും ദൈവം നൽകിക്കൊടുത്തു തൻ്റെ ജനത്തിന്. ആമേൻ. ദാഹശമനവും ശത്രു സംഹാരവും ദൈവം നൽകി. യഹോശാഫാത്തിനെ ദൈവം മാനിപ്പാനിടയായി.
പത്രോസ് ദൈവത്തോട് പ്രത്യേക അനുഗ്രഹം ഒന്നും ചോദിച്ചില്ലെങ്കിലും അവന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ വളരെ വലുതായിരുന്നു. ഒരിക്കൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പത്രോസും കൂട്ടരും കർത്താവിൻ്റെ വചനപ്രകാരം വല വീശിയപ്പോൾ 153 വലിയ മത്സ്യം കിട്ടി. മീൻ പിടിച്ച വലയുമായി കരയണഞ്ഞ പത്രോസിന് വേണ്ടി കനലിൽ ഒരുക്കി വെച്ച നന്മയും വേറെയും കൊടുത്തുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിപ്പാനിടയായി. അങ്ങനെ കടലിലും കരയിലും കരുതുന്ന ദൈവത്തിൻ്റെ കരം പത്രോസ് കാണുവാനിടയായി. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം വിവിധ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കൂടാതെ മരുഭൂമിയിൽ അവർക്ക് ഭക്ഷിക്കുവാനുള്ള മഞ്ഞയും കുടിക്കുവാനുള്ള വെള്ളവും കൊടുത്തു. കൂടാതെ അവർക്ക് പാർക്കുവാനുള്ള വീടും അനുബന്ധ സൗകര്യങ്ങളും ദൈവം ആ ജനത്തിനായി ഒരുക്കി വച്ചിരുന്നു. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളിലും നീ കുഴിക്കാത്ത കിണറുകളിലും നീ നട്ട് ഉണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും ചെയ്യുമെന്നുള്ള ദൈവിക വാഗ്ദത്തം തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം നിറവേറ്റുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചുകൊണ്ട് ദൈവിക കരുതൽ തീർന്നില്ല. അടുത്ത 3 വർഷം തന്നെ പോറ്റുവാനുള്ള വഹയും വിധവയുടെ വീട്ടിൽ കരുതി വെച്ചുകൊണ്ട് കലത്തിലെ മാവ് തീർന്നു പോകാതെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകാതെ ദൈവം ഏലിയാവിനെയും ആ സാരാഫാത്തിലെ വിധവയെയും കരുതി സംരക്ഷിക്കുവാനിടയായി. ദൈവം തൻ്റെ കരുതൽ അങ്ങനെ വെളിപ്പെടുത്തി. ആകയാൽ നമ്മുടെ ആകുല ചിന്തകൾ വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ആവശ്യങ്ങൾക്കും വരുംകാല നാളുകളിൽ നമ്മെ നിലനിർത്തുവാനുള്ള ദൈവിക നന്മകളും തന്ന് പോഷിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. ഒരു പ്രാവശ്യം തന്നതുകൊണ്ട് തീർന്നു പോകത്തില്ല. പല പ്രാവശ്യം തന്നതുകൊണ്ട് ദൈവിക കരങ്ങൾ നിന്നു പോവുകയോ തീർന്നു പോവുകയോ ചെയ്യുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാൻ ദൈവത്തിൻ്റെ കരം മാത്രമേ ഉള്ളൂ. ഈ പ്രഭാതം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ നാം പ്രാർത്ഥിച്ചവരോ നാം ഉപവസിച്ച് അനവധി വിടുതൽ സ്തോത്രം അനുഭവിച്ചവരോ നമ്മെ കരുതിയെന്ന് വരത്തില്ല. നമ്മെ സ്നേഹിച്ചവർ നമ്മെ കരുതിയെന്ന് വരികയില്ല. എന്നാൽ കരുതുന്ന ഒരു ദൈവകരം നമുക്കുണ്ട്. ആ കർത്താവിൽ ഈ പ്രഭാതം നമുക്ക് ആശ്രയിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവാലോചന അരുളി ചെയ്യുവാൻ ദൈവം നമ്മെ ഈ നാളുകളിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ നമ്മെ വേർതിരിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ദൈവം എന്നോട് സംസാരിച്ചതാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് നിശ്ചയമായും വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ വിടുതലും ദൈവത്തിൻ്റെ വലിയ കരുതലും നമുക്ക് കാണുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ ഈ പ്രഭാതം അടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കർത്താവേ, അങ്ങയുടെ ദാസിദാസന്മാർ ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ കർത്താവ് അവരോട് അരുളിയ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുന്ന ഒരു പ്രഭാതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ഏലിയാവിന് വേണ്ടി കരുതിയതുപോലെ ഒരു ശൗലിന് വേണ്ടി ദൈവം കരുതിയതുപോലെ നിന്റെ ജനത്തിനു വേണ്ടി കർത്താവെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം മരുഭൂമിയിൽ അത്ഭുതം ചെയ്തതുപോലെ ഈ നാടുകളിൽ വിദൂരങ്ങളിലായിരിക്കുന്ന രാജ്യത്തിനകത്തും പുറത്തുമായിരിക്കുന്ന ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ തലമുറകളുടെ ഭാവികൾക്കായി സ്തോത്രം ഏതൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഈ പ്രഭാതം തിരുസന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് ഇന്ന് പ്രഭാതം കർത്താവെ തൻ്റെ മക്കളോട് അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ഒരു അരുളപ്പാടായി സ്തോത്രം തൻ്റെ മക്കൾ വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ ദൈവിക നന്മകളെ പ്രാപിപ്പാൻ വിശുദ്ധിയിലും വേർപാടിലുമായിരിക്കാൻ സ്വർഗം കൃപ ചെയ്യും. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. സ്വർഗം മഹത്വമെടുക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും
ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.